സോഷ്യൽ മീഡിയയിൽ സജീവമായ ശേഷം വിവാദം ഒഴിഞ്ഞ സമയം രേണുസുതിക്ക് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. അതിനിടയിലാണ് ഇൻസ്റ്റാഗ്രാമിൽ രേണു സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതും ഗ്ലാമറസ് ആയുള്ള വീഡിയോകൾ സബ്സ്ക്രൈബേഴ്സിനായി പങ്കുവെച്ച് തുടങ്ങാനും ചെയ്യുന്നത്. എന്നാൽ അവയിൽ ചിലത് ഇടയ്ക്കിടെ ലീക്ക് ആകാറുമുണ്ട്. കഴിഞ്ഞ ദിവസം രേണുവിൻ്റേത് എന്ന പേരിൽ മോശമായ ചില വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അതിനെതിരെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ രേണുസുതി രംഗത്ത്. തൻ്റെ സബ്സിൽ കയറി വീഡിയോകൾ ആസ്വദിച്ച ശേഷമാണ് ചിലവന്മാർ തന്റെ വീഡിയോ ലീക്കാക്കുന്നത് എന്നാണ് രേണു പറയുന്നത്. രേണുസുതി പറയുന്നത് ഇങ്ങനെയാണ്: രേണുസുതിയുടെ വീഡിയോ ലീക്കായ ശേഷം ഒരുത്തൻ കമന്റ് ഇട്ടു, ഇവനൊക്കെ സബ്സ്ക്രൈബേഴ്സിൽ കയറിയിരുന്ന് ആസ്വദിച്ച ശേഷമാണ് ഇവനൊക്കെ പിന്നീട് അത് പുറത്തെടുത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ ലൈവ് പോയതാണ്, അല്ലാതെ ആരുമായും പേഴ്സണലായി ചാറ്റ് ചെയ്തതോ വീഡിയോ കൊടുത്തതോ അല്ല. നിങ്ങൾക്ക് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്കാണ് ലൈവ് പോയത്. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അതുകൊണ്ടാണ് ലൈവ് ഞാൻ പോയത്. ആ ലൈവ് പോയ വീഡിയോ ആസ്വദിച്ചിട്ടാണ് ഇവന്മാരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടത്. ഏത് നാണം കെട്ടവനാണ് ഈ പ്രവൃത്തി ചെയ്തെങ്കിലും അവനോട് ചോദിക്കാനുള്ളത്. ഇതൊക്കെ കൊണ്ടാണ് നിന്റെയൊക്കെ പരിപാടി. എൻ്റെ ചുണ്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു ചുണ്ട് പൊട്ടിയിരിക്കുന്നത്. അതാണ് ആ ലൈവിൽ വന്ന് കാണിച്ചത് തന്നത് എന്നും നീ എന്താണ് ഓർത്ത് ഞാൻ ഇനി ലൈവ് പോക്കിയതാണോ നോക്കും. ഞാൻ ഇനിയും ലൈവ് പോകും. സ്ക്രീൻഷോട്ട് ഇട്ടവന്മാരെ പേടിച്ച് എനിക്ക് ലൈവ് പോകാതിരിക്കാൻ പറ്റില്ല. നീ ഇനിയും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിടടാ എന്നാണ് രേണു പ്രതികരിച്ച് രംഗത്ത് വന്നത്. രേണുവിൻ്റെ പ്രതികരണ വീഡിയോ വന്നതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം കമൻറ്റുകൾ വന്നു. സത്യത്തിൽ നിങ്ങൾക്ക് ആ സ്ത്രീയെ നാണമില്ലാത്തത്. എല്ലാവരും വന്ന് കാണും, എന്നിട്ട് പിന്നെ അത് ആരെങ്കിലും പറയുമ്പോൾ അത് കുറ്റം. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാണമില്ലേ നാണമില്ലേ എന്നുള്ളത്. ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വയം ചോദിക്കൂ ഈ ചോദ്യങ്ങൾ എന്നെല്ലാമാണ് കമൻറ്റുകൾ വരുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ നിന്നുള്ള നിങ്ങളുടെ കൾച്ചർ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ പൊന്നു മോളെ, ഇങ്ങനെ ലൈവൊക്കെ ഇട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ വീട്ടമ്മമാർ എന്തായാലും വരില്ല. അപ്പോൾ പിന്നെ ചുണ്ടിൽ കടിക്കുന്നതോ കിടക്കുന്നതോ എന്നെല്ലാം പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നെല്ലാം ഒരുപാട് കമൻറ്റുകൾ വരുന്നു. അതിന് എന്ത് വിശദീകരണമാണ് പറയാനുള്ളത് എന്നും ചോദിക്കുന്നു. ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണലായി കൊണ്ടു നടക്കുന്ന റീച്ച് നേടുക എന്ന ഉദ്ദേശത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ കാണിക്കാൻ നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് വരുമെന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കണം. അതിന് തുള്ളിയിട്ട് കാര്യമില്ല. നിങ്ങൾ കാണിച്ചിട്ടല്ലേ ആൺപിള്ളേരുടെ അടുത്ത് പറയുന്നത്. ചുണ്ട് പൊട്ടിയതാണെങ്കിൽ കാണിച്ചതെങ്കിൽ പിന്നീട് ബട്ടൺസ് തുറന്നിട്ട് കാണിച്ച് എന്തിനാണെന്ന് കൂടി വിശദീകരിക്കുക എന്നാണ് വിമർശകരിൽ വന്ന കമൻറ്റുകൾ. 150 രൂപയാണ് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീസ്. ഇതിനോടകം 2416 സബ്സ്ക്രൈബേഴ്സിന് രേണുവിന് ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യവും. തുടക്കത്തിൽ തുച്ഛമായ തുകയ്ക്കായിരുന്നു രേണു സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത്. പിന്നീടാണ് അത് വർദ്ധിപ്പിച്ചത്. ഇതിനോടകം ലക്ഷങ്ങൾ രേണു സബ്സ്ക്രൈബേഴ്സിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞു. കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു ലൈംലൈറ്റിൽ സജീവമാകാൻ തുടങ്ങിയത് എന്നതും സത്യമാണ്. ഇതെല്ലാം തന്നെയാണ് വലിയ രൂപത്തിലുള്ള വിമർശനത്തിനും രേണുസുതിക്ക് കാരണമായി മാറിക്കൊണ്ടേയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളെയും വിശേഷങ്ങളെയും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.